ട്രീസ, നമ്മൾ എന്തു പറഞ്ഞാലും അവനെ നഷ്ടപ്പെട്ടത് അവന്റെ ജീവിതമല്ലേ. അതിന് കാരണക്കാരായവര് ഒന്നും അറിയാതെ നടക്കുമ്പോ അവനെ പോലുള്ളവര് അങ്ങനെയല്ലേ ചിന്തിക്കൂ. നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല, നിന്നെ അവന് മനസ്സിലാവും. ഇല്ല, അവനിപ്പോ പഴയ മനു അല്ല. നീ പറഞ്ഞ പോലെ ഉള്ളു നിറയെ പപ്പയും അമ്മയും ഇല്ലാതാക്കിയവരോടുള്ള കടുത്ത പകയും കൊണ്ട് നടക്കുന്നവനാ. ഫാദറിന്റെ കാലശേഷം എനിക്ക് അവനെങ്കിലും ഉണ്ടാവുമെന്ന് ചുമ്മാ. നീ ഓരോന്ന് പറയണ്ട, അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല. സാറേ, അവരെത്തി. എന്താ അങ്കിൾ കാണണമെന്ന് പറഞ്ഞത്? പറയാം. ഇതാ മൈക്കിളിന്റെ മകനല്ലേ? അതെ അതെ അതെ. താൻ വാ. ഇന്നലെ ഒരാൾ എന്നെ വിളിച്ചിരുന്നു. പഴയൊരു പോലീസുകാരനാണ്. അയാൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. അല്ല, ആരാണ് ഈ ബോസ്കോ? അവനൊരു അലമ്പ് ഗ്യാങ്ങിൻ്റെ ലീഡറാ. എന്താ അങ്കിൾ? അവനെ സൂക്ഷിക്കണം. അവൻ വഴിവെട്ടുന്നത് നിങ്ങൾക്കെതിരെയാണ്. വഴിവെട്ടി അവൻ വന്നു കയറുന്നത് എൻ്റെ മുന്നിലാണെങ്കിൽ അന്നവൻ്റെ അവസാനമായിരുന്നു. അങ്കിൾ പേടിക്കണം, അത് ഞാൻ ഡീൽ ചെയ്തോളാം. എടുക്കടാ, വണ്ടി എടുക്ക. അങ്കിൾ കയറിക്കോ. ആരാടാ അത്? അറിയില്ല സാർ. എന്താ സാറേ, പോവല്ലേ? ആരിത്? ജോസോ? അപ്പൊ താനായിരുന്നു ഇതിന്റെ പിന്നിലല്ലേ? എന്താ, താൻ കളിക്കാൻ ഇറങ്ങിയതാണോ? ഏയ്, സാറിനെ പോലുള്ളവരോട് നമ്മൾ എന്ത് കളിക്കാനാ? പിന്നെ എന്തിനായിരുന്നടോ ഈ നാടകം? ഈ നാടകത്തിന്റെ ഡയറക്ടർ വരുന്നുണ്ട്. ഇവൻ? അതേ വിഷയം സാറേ, നിങ്ങളെല്ലാവരും കൂടി പണ്ട് കൊന്നു തള്ളിയില്ലേ ബെന്നി, അവന്റെ വിത്താ ബോസ്കോ. ഈശ്വൻ സാർ പേടിച്ചു പോയോ? പേടിക്കണ്ട, ഒരു കാര്യം അറിയാൻ വേണ്ടി വിളിപ്പിച്ചതാ. എൻ്റെ പപ്പയെ ഇല്ലാതാക്കാൻ മന്ത്രി പോൾ വർഗീസും നിങ്ങളും ചേർന്ന് പ്ലാൻ ചെയ്തത് എന്തിനായിരുന്നു? പറഞ്ഞോ സാറേ, അതാ നല്ലത്. അത് അന്ന് മരണപ്പെട്ടത് നിന്റെ പപ്പയാണെന്ന് ഞാൻ പിന്നീടാണ് അറിഞ്ഞത്. ബെന്നിയെ തീർക്കാനല്ല അന്ന് ജോണും ഞാനും പോൾ സാർ പറഞ്ഞിട്ട് വന്നത്. പിന്നെ പോൾ സാറിൻ്റെ മകൻ റെജി കോളേജിൽ വെച്ചുണ്ടാക്കിയ പ്രശ്നം ഒരു കത്തിക്കുത്തിൽ കലാശിച്ചു. അത് മറക്കാനും അത് വലിയൊരു പ്രശ്നമാക്കി തീർക്കാൻ അന്ന് ബുദ്ധി പറഞ്ഞു കൊടുത്തത് ജോണായിരുന്നു. എന്നിട്ട് കുത്തിയവനും കുത്തുകൊണ്ടവനും തീർന്നാൽ വിദ്യാർത്ഥി സംഘർഷം മറയാക്കി റെജിയെ രക്ഷപ്പെടുത്തുകയായിരുന്നു അവരുടെ പ്ലാൻ. അപ്പൊ പിന്നെ ഇവന്റെ പപ്പ എങ്ങനെ അതിൽ? റെജിക്ക് ഇവന്റെ പപ്പയും ജോണിന്റെ മകൾ ലിസിയുമായുള്ള പ്രണയത്തോടുള്ള പക, അതായിരുന്നു ബെന്നിയെ. അപ്പോൾ ഒരു വെടിക്ക് രണ്ട് പക്ഷി അല്ലേ സാർ? റെജിക്ക് വീണ് കിട്ടിയ ഇരയായിരുന്നു എൻ്റെ പപ്പ അല്ലേ? ഞാനും ജോണും അതറിഞ്ഞതല്ല. പിന്നീടത് ജോൺ അറിഞ്ഞപ്പോൾ ലിസിയെ കണ്ട് മാപ്പ് പറയാനും നിന്നെയും അവളെയും കൂടെ കൂട്ടാനും പോയതാ.
പക്ഷേ അവൾ ജോണിനെ കാണാൻ പോലും അനുവദിച്ചില്ല. പിന്നെ ഗസ്റ്റ് ഹൗസിൽ വെച്ച് റെജിയെയും മൈക്കിളിനെയും ജോൺ തല്ലിയെന്നും കേട്ടു. അത്രയേ എനിക്കറിയൂ. സഖാവേ, അങ്ങേര് പൊക്കോട്ടെ. അപ്പൊ ഇനി ഞാൻ പറയാം. ഡാ പറഞ്ഞതുപോലെ. ഓക്കെ. ഇവൻ ഇതെന്തിൻ്റെ കേടാ ഈ പഴയ കാര്യങ്ങളൊക്കെ തിരക്കി നടക്കുന്നത്? എന്നിട്ട് അയാൾ എന്താ പറഞ്ഞത്? നിങ്ങൾ ചോദിച്ച അയാൾ എന്ത് പറയാൻ? അന്നത്തെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അയാൾക്ക് കിട്ടിയ വിവരം അയാൾ പറഞ്ഞു കാണും. സംസാരിക്ക്. ഹലോ അങ്കിളെ. ആ ആ ആ കൊള്ളാം. ഏകദേശം അന്വേഷണം വില്ലന്മാരുടെ അടുത്ത് വരെ എത്തി. സാർ എന്താണ് ഈ പറയുന്നത്? നിങ്ങൾ എന്താ പറഞ്ഞത്? അയാൾ എന്തറിയാനാണെന്നോ? അറിയേണ്ടതെല്ലാം അവന് കിട്ടിയിട്ടുണ്ട്. അല്ലാതെ അവൻ വിശ്വൻ അങ്കിളിന്റെ അടുത്ത് എത്തോടോ? വിശ്വൻ സാറിൻ്റെ അടുത്തോ? ആ, അങ്കിളപ്പ വിളിച്ചേ. അവനെ സൂക്ഷിക്കണം. സൂക്ഷിക്കേണ്ടത് അവനെ അല്ല. ഇത്രയും വർഷം പിറകോട്ട് പോയിട്ട് ഇത് ചകഞ്ഞത് അവനല്ല, സഖാവ് ജോസ. പന്നിക്കത് എന്തിന്റെ കട? അതാ ഞാൻ പറഞ്ഞത്, അവനെ വിടരുതെന്ന്. ലക്ഷ്മി, ലക്ഷ്മി. അമ്മ ഇവിടെ ഇല്ല. നീ എപ്പോ വന്നു? ഞാൻ കാലത്ത്. ഞാനിപ്പോൾ വരാം. നീ അവിടെ നിന്നേ. ആ ബോസ്കോൻ്റെ കൂടെ കണ്ടണം കറങ്ങിടന്ന് ചീത്തപ്പേരുണ്ടാക്കാൻ നിൽക്കണ്ട. അവന് മേലും കീഴും നോക്കാനില്ലാത്തവനാ. അതിന് ഞാൻ എവിടെയും പോയില്ല. പിന്നെ എന്തിനാണ് നീ രാത്രി വീട്ടിൽ വരാതെ കറങ്ങി കിടക്കുന്നത്? അവൻ്റെ ഒരു ബോസ്കോ. എന്താ രാഘവേട്ടാ പ്രശ്നം? പ്രശ്നം അവനോട് ചോദിക്ക്. നിങ്ങളൊക്കെ തന്നെയല്ലേ ഇതിന് വളം വെച്ചു കൊടുക്കുന്നത്? പിള്ളേർ തുടങ്ങിയൊരു ക്ലബ്ബാണ്. അലമ്പാണെന്ന് പറഞ്ഞ് ആ ബോസ്കോനെ കയറ്റി അവിടെ പാർപ്പിച്ച്. നിങ്ങളൊക്കെ തന്നെയല്ലേ? ഇപ്പം എന്തായി? അത് കൊട്ടേഷൻ ക്ലബ്ബാന്നാ നാട്ടുകാർ പറയുന്നത്. ആളുകൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ, ബോസ്കോയെ രാഘവേട്ടനെ അറിയില്ല. വാടാ, നീ വാ. അവരൊരു ബോസ്കോ. പോയിക്കോ പോയിക്കോ. വെറുതെ എവിടെ പോയി കിടക്കുക. ലക്ഷ്മിയെ, എടാ ഇനിയിപ്പോൾ അവൻ വരാൻ വൈകുമായിരിക്കൂലേ? ഞാൻ ഇറങ്ങാം. അവൻ വന്നാൽ പറഞ്ഞേക്ക് ഞാൻ പോയെന്ന്. ഇപ്പം തന്നെ പോണോ അച്ചായ? പോട്ടടാ, മണി 11 പോയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെടാ. ആ ജോസേ, നിന്നോട് ഞാൻ പറഞ്ഞതല്ല, നിന്റെ ബോസ്കോക്കുള്ള ഞാൻ വേറെ വെച്ചിട്ടില്ല.
രജി പോൾ രണ്ടുപേരും ഫോട്ടിൽ തന്നെ. അപ്പൊ ജോസച്ചായനോ ഒന്നും പറയാറായിട്ടില്ല എന്നാ ഡോക്ടർ പറഞ്ഞത്. ഡാ ബോസ്കോ, തൃപ്തിയായില്ലടാ നിനക്ക്? കൂടെ കൊണ്ടുവന്ന് കൊന്നു കളഞ്ഞു. വയസ്സാം കാലത്ത് എനിക്ക് കൊള്ളി വെക്കാണ്ടായി ഏക ആന്തരിയല്ലായിരുന്നടാ. മനു, നീ എന്താ ഈ ആലോചിച്ചിരിക്കുന്നേ? ഞാൻ കാരണമല്ല, എൻ്റെ കൈകളും നഷ്ടപ്പെട്ട പോലെ. മനു, നീ എന്തൊക്കെ ഈ പറയുന്നേ? മോളെ, ആ ജോസ് കണ്ണു തുറന്നു. ആണോ? ആ എടാ ബോസ്കോ, ഇപ്പം എങ്ങനെയുണ്ട്? വാ, ഒന്ന് വണ്ടി കയറ്. എന്താ സാറേ കാര്യം? കാര്യങ്ങളൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം. സർ, എന്താ ഇത്? നോ മാഡം, മാഡം സംസാരിക്കരുത്. ഇത് മുന്നത്തെ പോലെയല്ല, സംഗതി കൊലപാതകമാണ്. ട്രീസ, വേണ്ട, ഞാൻ പോയിട്ട് വരാം. അതാണ്. വാ, വണ്ടി കയറ്റടോ. ഓക്കെ സാർ, വേടാ കയറാൻ കൊണ്ട് അങ്ങോട്ട് കയറിയിടാ.